ഹായ്, ഗുഡ് മോർണിംഗ്. ഞാനൊരു യാത്രയിലാണ്. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഒരു വലിയൊരു ഷോപ്പിംഗ് സെൻറ്റർ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ കുറച്ചങ്ങ് അകലെയാണ്. ഇവിടെ നിന്ന് ഏകദേശം 1 മണിക്കൂർ ട്രാവലുണ്ട് കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഡ്രാമിൽ കയറി ഇരുന്നു രാവിലെ തന്നെ. അപ്പം ഈ കാണുന്ന വഴി ഒരു വലിയ പാർക്കുണ്ട്. പാർക്ക് ഇങ്ങനെ ചുറ്റി ഇങ്ങനെ കിടക്കും. നല്ല നല്ല രസമാണ്. രാവിലെ എല്ലാം ആൾക്കാർ എന്താ പറയുക, നടക്കാനും ഓടാനും നല്ല രസമാണ്. അതിൻ്റെ ഉള്ളിൽ ലേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം പാസ് ചെയ്ത് വരുവാണ്. അപ്പം ഈ യാത്രയിൽ ശരിക്കും പറഞ്ഞാൽ കുറേ ഭംഗിയുള്ള കാഴ്ചകളുണ്ട് കാണാനായിട്ട്. അത് പതിയെ ഓരോ സ്ഥലം ഞാൻ എടുത്ത് കാണിക്കും. ഇപ്പോൾ ഒത്തിരി വീഡിയോ ലോങ് ആയി കഴിഞ്ഞാലും ആർക്കും ഇഷ്ടപ്പെടത്തില്ല, ബോറായി തോന്നും. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഈ കാണുന്ന എൻ്റെ ട്രാവലും മറ്റുള്ള കാര്യങ്ങളും ഞാൻ കട്ട് ചെയ്ത് ഫാസ്റ്റാക്കി വിടുവാണ് കേട്ടോ. നിങ്ങൾ ബോറടിപ്പിക്കരുതല്ലോ. പിന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഞാനിങ്ങനെ പഠിച്ചു വരുന്നുള്ളൂ. എഡിറ്റിങ് കാര്യങ്ങളെല്ലാം തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ജോലി കഴിഞ്ഞും ഫ്രീ ടൈം കിട്ടുമ്പോൾ ഞാൻ പെട്ടെന്ന് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ പതിയെ എല്ലാം ഭംഗിയാക്കി ചെയ്യാം. നല്ല നല്ല സ്ഥലങ്ങൾ എനിക്ക് കാണിക്കണമെന്ന് ആഗ്രഹമുണ്ട്. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഈ വന്നിരിക്കുന്ന ഒരു പ്ലേസ് എന്ന് പറഞ്ഞാൽ ക്രൊയേഷ്യ എന്ന് പറഞ്ഞ ഒരു കൺട്രിയാണ് യൂറോപ്പിൽ. ഇതെല്ലാം ഈ ജർമ്മനി ഇതെല്ലാം അടുത്തടുത്താണ്. ഇതിൻ്റെയൊക്കെ 1 hour ട്രാവലുള്ളൂ. ബൈ ഫ്ലൈറ്റ് ആണെങ്കിൽ. ബൈ കാറോ അല്ലെങ്കിൽ ബസ്സോ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 6 മണിക്കൂറോ 7 മണിക്കൂറോ എങ്ങാണ്ട് ഉണ്ടാവത്തുള്ളൂ. എല്ലാം അടുത്ത് കിടക്കുന്നത്. അപ്പം എന്നെ സംബന്ധിച്ച് ഞാനിവിടെ വരാനായിട്ട് തീരുമാനിച്ചപ്പോൾ ആൾക്കാർ പറഞ്ഞു ഇതൊന്നും അറിയാം. പക്ഷേ വളരെ നല്ലൊരു സ്ഥലമാണ്. എവിടെ ഈ പറഞ്ഞ പോലെ ആൾക്കാരായാലും നല്ല നല്ല മനുഷ്യരായിട്ടാണ് എനിക്ക് തോന്നിയത്. സോ ഇപ്പോൾ ആരെങ്കിലും വരാൻ താല്പര്യമുള്ളവരാണ് ഈ സ്ഥലമെങ്കിൽ ഈ കുഴപ്പമില്ല, നല്ല ഏജൻസിയൊക്കെ കണ്ടെത്തി വരാൻ ശ്രമിക്കുക. നല്ല സ്ഥലമാണ്. പിന്നെ തണുപ്പുണ്ട്. തണുപ്പൊക്കെ എല്ലായിടത്തും ഉണ്ടാവുമല്ലോ. യൂറോപ്പിലായാലും ലണ്ടനിലായാലും എല്ലായിടത്തും തണുപ്പുണ്ട്. അതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. അത് എന്താ പറയുക, ജാക്കറ്റും കാര്യങ്ങളൊക്കെ സെറ്റായിട്ട് കൊണ്ടുവന്നാൽ മതി. വേറെ ഇവിടെ പേടിക്കാനും കാര്യങ്ങളൊന്നുമില്ല. സേഫ് പ്ലേസാണ്. ഒത്തിരി ട്രാവലിനായാലും വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ല. ഇതൊരു മാർക്കറ്റാണ്. ഇവിടെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കൊച്ചു മാർക്കറ്റുകളുണ്ട്. നമുക്ക് എല്ലാ സാധനങ്ങളും അവിടെ കിട്ടും കേട്ടോ. നമുക്ക് വേണ്ടതായ എല്ലാ കാര്യങ്ങളും അവിടെ കിട്ടും. പിന്നെ നമ്മൾ ഒരിക്കലും ഇന്ത്യയായിട്ടും നമ്മുടെ യൂറോപ്പ് ലണ്ടനായിട്ട് കമ്പയർ ചെയ്യരുതല്ലോ. പ്രൈസ് ചിലപ്പോൾ ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും കയറാം, ചിലപ്പോൾ കുറയാം, അങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പം എന്തായാലും നമുക്ക് എല്ലാം കിട്ടുന്നൊരു സ്ഥലമാണ് ഇവിടെ. ഞാൻ വന്നപ്പോൾ അയ്യോ ഇതുണ്ടാവോ അതുണ്ടാവോ, നമുക്ക് അവിടെ കിട്ടുന്നതെല്ലാം അവിടെ കിട്ടുമോ, അല്ലെങ്കിൽ ഭയങ്കര വിലയായിരിക്കുമോ. ഒരു യൂറോപ്പ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ വേറൊരു രാജ്യം എന്ന് പറയുമ്പോൾ അവിടെ കുറച്ചൊക്കെ വിലയുണ്ടാവും. അത് നമ്മൾ എന്തായാലും പതിയെ നമ്മളത് അഡ്ജസ്റ്റ് ആയിപ്പോയിക്കൊള്ളും. അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ബാക്കി അവിടെ ചെല്ലുമ്പോൾ കാണാം കേട്ടോ. അപ്പം ഞാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ പോകുന്ന വഴിയൊക്കെ. ആക്ച്വലി നല്ല ഭംഗിയുണ്ട്. ഇങ്ങനെ ഈ റൗണ്ടിൽ വന്നിട്ട് അതാണ് എൻ്റെ സ്റ്റേഷൻ. ഞാൻ ഇറങ്ങിയത് അവിടെ നിന്ന്. ഇങ്ങനെ കുറേ പേരുണ്ട് അങ്ങോട്ട് പോകാനുള്ള. അവരെ ഫോളോ ചെയ്ത് ഞാനും പോവാണ്. ഫസ്റ്റ് ടൈം അല്ലേ ഞാൻ വന്ന സ്ഥലം കാണുന്നത്. സോ പോയി നോക്കാം അവരുടെ കൂടെ അല്ലേ. ഓക്കെ, എന്തായാലും കാര്യം പറയാം. മുടിയൊക്കെ സൂപ്പർ പ്ലേസ്. ഇപ്പോൾ കോട്ടുണ്ടോന്നോ, കാരണം എന്താ വെച്ചാൽ നല്ല കാറ്റൊക്കെ ഉണ്ട്. എന്തൊക്കെയോ സംഭവങ്ങൾ കേൾക്കാം കേട്ടോ. നല്ല കാറ്റ്. ഓക്കെ.
ഇതാണ് അരീന സിൽക്സ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നതല്ല, രാത്രി വന്നാലാണ് ഇവിടുത്തെ ഭംഗിയെല്ലാം ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. അവിടെ ഭയങ്കര വലിയ സ്റ്റാർ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ രാത്രി കാണണമായിരുന്നു. എനിക്ക് വരാൻ പറ്റിയില്ലല്ലോ, വലിയ പ്രശ്നം. വരേണ്ടതായിരുന്നു, ക്ഷീണം കൊണ്ട് അവിടെ ഇരുന്നു. വേറെ ഒരു ദിവസം വരാം, നോക്കാം, കാണാം എങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കി. കൊള്ളാം കേട്ടോ, അത് സംഭവം അടിപൊളിയാണ്. ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാലാണ് പണി. തിരിച്ച് ഇതിൽ തന്നെ ഇറങ്ങി വന്നില്ലെങ്കിൽ പണി കിട്ടും. എന്തായാലും കൊള്ളാം കേട്ടോ. ഡീനർ സെൻറ്റർ. അപ്പം ഞാൻ ഇതിലിറങ്ങി ഇങ്ങനെ പോകും. ഇതാണ് നേരത്തെ ഞാൻ കാണിച്ചു തന്നത്. ഇതാണ് ഷോപ്പിംഗ് സെൻറ്റർ. ഗുഡ്. അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ അരീന സെൻറ്റർ. ഇത് ബാക്ക് കാണുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കയറിയാൽ കുറേ സമയം എടുക്കും കേട്ടോ. അപ്പോൾ ഞാനതേ ഇതൊന്ന് കാണിച്ചിട്ട് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോകണം. കാരണം വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒത്തിരി ഉണ്ട്. ഈ വീഡിയോ ഒത്തിരി ലോങ് ആയിപ്പോയി കഴിഞ്ഞാലും നിങ്ങൾ ബോറാന്ന് പറയും. അപ്പോൾ ഇതൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസാണ് ഇവിടെ. ക്രൊയേഷ്യ, ഐ തിങ്ക് ഈ മൊട്ടക്കുന്ന് ഒക്കെ പോലെ കുറേ സ്ഥലങ്ങളുണ്ട്. അതൊക്കെ പതിയെ ഞാൻ കാണിക്കാം. നല്ല ഭംഗിയാണ്. ഇത് രാത്രി വന്നായിരുന്നു ലൈറ്റ്സൊക്കെ കാണാനായിട്ട്. അപ്പോൾ ഇവിടെ ഇതാണ് നമ്മുടെ അരീന ഷോപ്പിംഗ് സെൻറ്റർ. അതിൻ്റെ ഉള്ളിൽ കുറേ ഉണ്ടെന്ന് പറയുന്നു. അപ്പം അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ സമയം വീണ്ടും പോവും. അപ്പം ഞാനിതേ ബൈ. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. കാര്യങ്ങൾ അതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കാം. ക്ലിയറായിട്ട് എടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. അപ്പം ഞാനിവിടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊന്നുമില്ല, പക്ഷേ ഞാൻ കൂടുതൽ നല്ല ഭംഗിയുള്ള കാര്യങ്ങൾ കാണിക്കാം. എൻ്റെ കുക്കിങ്ങും കാണിക്കാം. കൂടുതൽ ഭംഗിയുള്ള പ്ലേസസും പിന്നെ ഈ നമ്മൾ എല്ലാവർക്കും ഈ ഇവിടുത്തെ ഈ സാധനങ്ങളുടെ വില, അതായത് നമ്മൾ ഡ്രസ്സിൻ്റെയും പിന്നെ തന്നെയല്ല നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ ഗ്രോസറി ഐറ്റംസ് അതിൻ്റെയൊക്കെ പ്രൈസൊക്കെ കാണിക്കാം നമുക്ക്. ഇവിടെ ഇങ്ങനെ ചിലവർക്കൊക്കെ ടെൻഷനാണ്. എന്നോട് 1-2 ഫ്രണ്ട്സ് ചോദിച്ചു ഇവിടെ എങ്ങനെയാണ് വിലയുണ്ടോ, അത് എല്ലാം കിട്ടുമോ സാധനങ്ങൾ നമ്മുടെ നാട്ടിലെ പോലെ എന്നൊക്കെ ചോദിച്ചിരുന്നു. അതൊക്കെ ക്ലിയറായിട്ട് കാണിക്കാം കേട്ടോ. അപ്പം നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ എല്ലാവരും പ്ലീസ് ലൈക്ക് ചെയ്യണേ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവരോടും ബൈ. അടുത്ത എപ്പിസോഡിൽ കാണാം.